എന്താണ് അനീഷ് ഈ ഒരു ടാസ്ക് കൊളമാക്കാനായിട്ടുള്ള ചേതോവികാരം? ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ കൃത്യമായിട്ട് നമ്മുടെ വീക്ക്ലി ടാസ്ക് കൊളമാക്കിയ കണ്ടസ്റ്റൻസിനോട് കൃത്യമായിട്ട് അതിൻ്റെ റീസൺ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ടാസ്ക് കൊളമാക്കാനായിട്ട് എന്തായിരുന്നു അനീഷിൻ്റെ ആ ഒരു ചേതോവികാരം, എന്തുകൊണ്ടാണ് ആ കുപ്പികളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചത്? അതുപോലെ തന്നെ ആര്യനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ടാസ്ക് കൊളമാക്കാനായിട്ട് ഓരോ പണികൾ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചതിൻ്റെ കാരണം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അനുമോളോട് ചോദിക്കുന്നുണ്ട്, ഇത്രയേറെ സ്ട്രിക്റ്റ് ആവേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുപ്പികളൊക്കെ സെലക്ട് ചെയ്യാമായിരുന്നു, എന്നിട്ട് കൂടി എന്തിനാണ് ഇത്രയേറെ സ്ട്രിക്റ്റ് ആയതെന്നുള്ള രീതിയിൽ അനുമോളോട് ചോദിക്കുന്നുണ്ട്. ജഷിൻ മോഹനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അക്ബർ ഖാനോട് ചോദിക്കുന്നുണ്ട്, ആദിലയോടും നൂറയോടും ചോദിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ആ ഒരു ടാസ്ക് കുളമാക്കാനായിട്ട് കൃത്യമായൊരു പങ്ക് തൻ്റേതായിട്ട് എടുത്തൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇവരെല്ലാവരും. അനീഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ അനീഷിൻ്റെ ഭാഗത്തായിരുന്നു ന്യായം. അനീഷിൻ്റെ ആ ഒരു കുപ്പികളൊന്നും ഈ പറയുന്ന ക്വാളിറ്റി ചെക്കർമാരായിട്ട് ഉണ്ടായിരുന്ന വ്യക്തികൾ സെലക്ട് ചെയ്യാത്ത പക്ഷം അനീഷ് ഒരുപാട് ക്ഷമിച്ചു. ഒരു ക്ഷമ വിട്ടുപോയ സമയത്താണ് ഫസ്റ്റ് ഡേ ആ ഒരു കുപ്പിയൊക്കെ എറിഞ്ഞു പൊട്ടിച്ചത്. പിന്നീട് അത് സെക്കൻഡ് ഡേയിലേക്ക് ആ ഒരു വീക്ക്ലി ടാസ്ക് പോയപ്പോൾ അനീഷിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോയി. അവിടെ ആ ഒരു കുപ്പികളൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് അത്രയേറെ അലമ്പാക്കേണ്ട ഒരു വിഷയമില്ലായിരുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വെച്ച കുപ്പികൾ അനീഷ് എറിഞ്ഞു പൊട്ടിച്ചു എന്നൊരു ആർഗ്യുമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് ലാലേട്ടൻ പ്രൂവ് ചെയ്യും. ക്വാളിറ്റി ചെക്ക് ചെയ്ത് വെച്ച കുപ്പികൾ ആര്യനാണ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഷാനവാസിൻ്റെ ഓറഞ്ച് കമ്പനിയുടെ കുപ്പികളായിരുന്നു. അത് ഷാനവാസ് എടുത്ത് മാറ്റി ആര്യൻ്റെയിലോട്ട് എത്തിയ സമയത്ത് ആര്യനാണ് ആ കുപ്പികൾ കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് എടുത്ത് ജ്യൂസ് എടുത്ത് മറ്റേ ജയിലിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അത് അനീഷിൻ്റെ ഭാഗത്തായിരുന്നു ന്യായം. ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അനീഷിന് തീർച്ചയായിട്ടും ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടായിരുന്നു. കുപ്പികളൊക്കെ അമിതമായിട്ട് അനീഷ് എടുത്ത് പൊട്ടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു വീക്ക്ലി ടാസ്ക് മോശമാക്കുന്നതിൽ ഒരു തുല്യ പങ്ക് അനീഷിൻ്റെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ആദിലയും നൂറയും ആ ഒരു ടാസ്ക് മോശമാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആര്യനും ഷാനവാസ് ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ലാലേട്ടൻ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ വീക്ക്ലി ടാസ്കുകൾ ഇനി അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കുളമാക്കാനായിട്ട് പറ്റില്ല എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. കാരണം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 55 ഡേയ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു വീക്ക്ലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടസ്റ്റൻസിന് സാധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീസൺ കാണുന്നത്. വീക്ക്ലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാക്കുതർക്കത്തിലൂടെയൊക്കെ അടിയും ഇടിയും ബഹളമൊക്കെ ആയിട്ട് ആ ഒരു വീക്ക്ലി ടാസ്ക് മോശമാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അത് ഈ സീസണിൽ ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ലാലേട്ടൻ കൃത്യമായിട്ട് അതിനകത്തൊരു തീർപ്പ് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. എവിക്ഷൻ ഇന്നുണ്ടാകുമെന്നറിയില്ല. നാളെ ആയിരിക്കും മിക്കവാറും എവിക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്